മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ രാജിവെക്കുമോ? രാജി മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടേക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. ഗണേശിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അതീവ ഗൗരവതരം എന്ന വിലയിരുത്തലാണ് മുഖ്യമന്ത്രിയും CPM-ഉം. തെരഞ്ഞെടുപ്പിലെ മുന്നണിയുടെ സാധ്യതകളെ ഇത് ബാധിക്കുമോ എന്ന ആശങ്കയും മുന്നണിക്കുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അടിയന്തര ഇടതുമുന്നണി യോഗം അടുത്ത ദിവസം ചേരുന്നുണ്ട്. ഗണേഷ് രാജിവെക്കണമെന്ന ആവശ്യം പ്രതിപക്ഷവും ശക്തമാക്കുന്നു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഇന്നലെ രാത്രിയിലുടനീളം വിവിധ സ്ഥലങ്ങളിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. കൊട്ടാരക്കരയിൽ അടക്കം ഇന്നും സമാനമായ പ്രതിഷേധം മന്ത്രിയുടെ ക്യാമ്പ് ഹൗസിലേക്ക് അടക്കം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഗണേഷ് കുമാർ പങ്കെടുക്കുമോ എന്നതിൽ വ്യക്തതയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഗണേഷ് കുമാർ തിരുവനന്തപുരത്തുണ്ട്. ഇന്ന് കോഴിക്കോട്ട് വളരെ പ്രധാനപ്പെട്ട ചില KSRTC-യുമായി ബന്ധപ്പെട്ട പരിപാടികളുണ്ട്. പക്ഷേ അദ്ദേഹം അതിൽ പങ്കെടുക്കുന്നില്ല. മന്ത്രി മുഹമ്മദ് റിയാസാണ് അതിൻ്റെ ഉദ്ഘാടനമടക്കം നിർവഹിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. BV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അരുണ്, ഗണേഷ് കുമാർ രാജിവെക്കുമോ? രാജിയിലേക്കാണ് കാര്യങ്ങൾ എന്ന സൂചനകൾ ഇന്നലെ മുതൽ വരുന്നുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് കാലമാണ്. നേരത്തെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്ന് ഗണേശിനെ രാജിവെപ്പിച്ചതിൽ CPM-ന് പ്രത്യേകിച്ച് പിണറായി വിജയനൊക്കെ വലിയൊരു പങ്കുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ മുന്നിൽ വന്ന പരാതിയിൽ എന്താണ് നടപടി എന്നൊക്കെയുള്ള ചോദ്യമൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അത്ര സമാനമായൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ മുഖ്യമന്ത്രിക്ക് മറ്റൊരു നിലപാടെടുക്കാതെ മാർഗമില്ലല്ലോ. തീർച്ചയായിട്ടും കെ.ബി. ഗണേഷ് കുമാർ രാജിവെക്കാതെ വഴിയില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അതിന് കാരണം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ഇത്തരമൊരു വിവാദമുണ്ടായിരിക്കുന്നത്. സർക്കാരിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം തന്നെ സ്ത്രീ സുരക്ഷയ്ക്ക് ഏറ്റവും അധികം പ്രാധാന്യം കൽപ്പിക്കുന്ന സർക്കാരാണിതെന്നാണ് അവകാശവാദം. അത് ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് നടൻ ദിലീപിനെ അറസ്റ്റ് ചെയ്ത് തൊട്ട് ഇങ്ങോട്ടുള്ള ഓരോ സംഭവങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് സർക്കാർ ആ വാദത്തിൽ അതൊരു ക്യാമ്പയിനാക്കി തന്നെ മാറ്റി സർക്കാരാണ്. ഏറ്റവും ഒടുവിൽ നടി ഭാവനയാണ് സർക്കാരിന് വേണ്ടി തുടരുമെന്ന പരസ്യചിത്രത്തിൽ PRDക്ക് വേണ്ടി അഭിനയിച്ചത്. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും സർക്കാരിന് കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. കെ.ബി. ഗണേഷ് കുമാർ രാജിവെക്കേണ്ടത് ഇടതുമുന്നണി രാഷ്ട്രീയ ആവശ്യമായി മാറുകയാണ്. അത്തരം നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ മുന്നണിക്കകത്തും നടക്കുന്നത്. CPM വളരെ ഗൌരവത്തോടെ ഈ വിഷയത്തെ കാണുന്നു. ഇടതുമുന്നണി അതീവ ഗൌരവത്തോടുകൂടി ഇതിനെ കാണുന്നു. ഒരുപക്ഷെ ഇന്നോ നാളെയോ അടിയന്തര ഇടതുമുന്നണി യോഗം ചേരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. മുന്നണി നേതൃത്വം ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം കെ.ബി. ഗണേഷ് കുമാർ മികച്ച മന്ത്രി എന്ന രീതിയിൽ പേരുകെട്ട ആളാണ്. ഈ സർക്കാരിൽ പോലും അവസാന 2.5 വർഷമാണെങ്കിൽ കൂടിയും നല്ല രീതിയിൽ KSRTC മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞ മന്ത്രി. പക്ഷേ ഇത്തരത്തിലുള്ള സ്വഭാവദൂഷ്യമുള്ള ഒരാളെ എങ്ങനെ മന്ത്രിസഭയിൽ കൊണ്ടുപോകും, അങ്ങനെ ഒരാളെ എങ്ങനെ അംഗീകരിക്കുമെന്ന ചോദ്യമാണ് സർക്കാരിനും CPM മുന്നിൽ വന്നിട്ടുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയന് വിവരം നേരത്തെ അറിയാമായിരുന്നത് കൂടിയാണ് അതിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നത്. ഇന്നലെ ഗണേഷ് കുമാറിന്റെ ഭാര്യ തന്നെ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മകളോട് ഇക്കാര്യം സംസാരിച്ചു. സ്വാഭാവികമായും മകളോട് പറഞ്ഞ കാര്യം മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ എന്ന ചോദ്യം ഉയർന്നു വരും. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് തന്നെ വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. ആ വാർത്ത പുറത്തു വന്നതോട് പിന്നാലെ ഗണേഷ് കുമാർ രാജിവെക്കുന്ന നിലപാടിലേക്ക് മുഖ്യമന്ത്രി നീങ്ങുന്നതായാണ് സൂചന. ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ കെ.ബി. ഗണേഷ് കുമാർ പങ്കെടുക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. 10 മണിക്കാണ് മന്ത്രിസഭാ യോഗം. ഗണേഷ് ഇപ്പോൾ ഉള്ളത് വാളകത്തെ വീട്ടിലാണ്. ആ വീട്ടിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായതായ പരാതി ഉയർന്നു വന്നിരിക്കുന്നത്. ഏതായാലും ഗണേഷ് കുമാർ അവിടെ നിന്ന് മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാനെത്തും. എന്നിട്ട് 11 മണിയോടുകൂടി തിരുവനന്തപുരത്ത് KSRTC ഒരു ആശുപത്രി ഉദ്ഘാടന ചടങ്ങുണ്ട്. അവിടെ അതിനുശേഷം മാധ്യമങ്ങളെ കാണാം. ഇതാണ് കെ.ബി. ഗണേഷ് കുമാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വളരെ ഗൌരവമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് 2015 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഗണേഷിനെതിരെ ഉയർന്നു വന്നതിന് ഏറെക്കുറെ സമാനമായ ആരോപണമാണ്. അന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ പരാതിയുമായി മുന്നോട്ട് പോയിരുന്നു. പക്ഷേ ഇത്തവണ അത്തരമൊരു പരാതിക്കില്ലെന്നാണ് ബിന്ദു മേനോൻ വ്യക്തമാക്കുന്നത്. എങ്കിലും ഇത് വിവാദം ഇല്ല എന്നല്ലെങ്കിൽ ഇത്തരം ആരോപണം പൂർണ്ണമായും തള്ളിക്കളയാൻ ഗണേഷ് പോലും തയ്യാറായിട്ടില്ല. മാത്രമല്ല ഗണേഷിന്റെ മറുപടിയിൽ പോലും ഇന്നലെ വിവാദം വന്ന ശേഷം നടത്തിയ പ്രതികരണങ്ങളിൽ പോലും CPM നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. എങ്ങനെയാണ് ഇത്തരം ഒരു പ്രതികരണം നടത്താൻ ഒരു മന്ത്രി കഴിയുക എന്ന ചോദ്യം CPM നേതാക്കൾ തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. CPI ഗണേഷ് കുമാറുമായി അത്ര നല്ല ബന്ധത്തിലുള്ള പാർട്ടിയല്ല. പ്രത്യേകിച്ചും പത്തനാപുരത്തെ CPI ഇന്നലെ CPIയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം സന്തോഷ് കുമാർ അടക്കം ഇത് വളരെ ഗൌരവമുള്ള വിഷയം നിലപാടെടുക്കുന്നു. CPI രാജി ആവശ്യപ്പെടുന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അത്തരമൊരു നിലപാട് തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പ് CPI സ്വീകരിക്കാനിടയില്ല. പക്ഷേ ഇത് വളരെ ഗൌരവമുള്ള വിഷയമാണ്. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഗണേഷ് കുമാറിന് ഒഴിഞ്ഞു മാറാൻ കഴിയുന്ന വിഷയമല്ല. ഒരു മന്ത്രിക്കെതിരെയാണ് ഇത്തരം ആരോപണം ഉയർന്നിരിക്കുന്നത്. മന്ത്രിയുടെ ഭാര്യ തന്നെയാണ് പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. മാത്രമല്ല വനിതാ പോലീസിനെ വിളിച്ചറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്ന ആരോപണമുണ്ട്. ഈ സാഹചര്യങ്ങളിലൊക്കെ സർക്കാർ വലിയ സമ്മർദ്ദത്തിലാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഗണേഷിനെ കൈവിടുക എന്നുള്ളത് അത്ര രാഷ്ട്രീയമായി എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ കൈവിട്ടില്ലെങ്കിൽ മുന്നണിയുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമായ സ്ത്രീ സുരക്ഷ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലെത്തും. ഇന്നലെ പ്രതിപക്ഷ അടക്കം പറഞ്ഞത് ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും
പോലും സുരക്ഷയില്ലെങ്കിൽ എന്താണ് സ്ത്രീ സുരക്ഷ എന്ന ചോദ്യമാണ്. ഇതിനകം പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കി കഴിഞ്ഞു. ഇന്നലെ തിരുവനന്തപുരത്തടക്കം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട പ്രതിഷേധ പ്രകടനം നടന്നു. BJP ആകട്ടെ മന്ത്രിയുടെ വസതിയിലേക്കാണ് ഇന്നലെ വാളകത്ത് മാർച്ച് നടത്തിയത്. ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഈ ഗണേഷ് കുമാർ ആരോപണത്തിൽപ്പെടുന്നത് ഇതാദ്യമായല്ല. തുടർച്ചയായി നിരവധി വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിൽ അദ്ദേഹം പലപ്പോഴും അത്തരത്തിൽ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. മറ്റൊന്ന്, LDF-ലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ CPI അടക്കമുള്ള ഘടകകക്ഷികൾ അഭിപ്രായം തേടണം. LDF-ൽ പ്രധാനപ്പെട്ട നേതാക്കൾ എന്താണ് പറയുന്നത് എന്നത് കേൾക്കണം. ഇതൊക്കെ മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള ആളുകളുമായി ആശയവിനിമയം നടത്തിക്കഴിഞ്ഞോ? അവരൊക്കെ ഏത് തരത്തിലുള്ള അഭിപ്രായമാണ് മുഖ്യമന്ത്രിയുടെ പങ്കുവച്ചത്? ഗണേഷ് കുമാറിനെ മാറ്റി നിർത്തണം എന്ന കാര്യത്തിൽ LDF-ൽ ഏതാണ്ട് ഏക അഭിപ്രായം വന്നിട്ടുണ്ടോ? കാരണം നമുക്കറിയാം, ഗതാഗത മന്ത്രി എന്ന നിലയിലൊക്കെ വലിയ പ്രകടനമൊക്കെ നടത്തിയ മന്ത്രിയാണ്. KSRTC ലാഭത്തിലേക്ക് കൊണ്ടുവന്ന ആളാണ്. അത്ര പെട്ടെന്ന് ഗണേഷ് കുമാറിനെ മാറ്റുക എന്നതിൽ ഒരു ഏക അഭിപ്രായം വരേണ്ടതുണ്ട്. അത്തരമൊരു അഭിപ്രായത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് മനസ്സിലാക്കാമോ? മുന്നണി അത്തരമൊരു ഔദ്യോഗികമായ ഒരു ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല. പക്ഷേ മുന്നണി നേതാക്കളൊക്കെ ഇക്കാര്യത്തിൽ കടുത്ത ആശങ്കയിലാണ്, അതിർത്തിക്ക് അപ്പുറത്തേക്ക് ആശങ്കയിലാണ്. ഇങ്ങനെ ഒരു ആരോപണം നേരിടുന്ന മന്ത്രിയെ വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ അത് എത്രത്തോളം തിരിച്ചടിയുണ്ടാക്കുമെന്ന ആശങ്കയാണ് പൊതുവിലുള്ളത്. സർക്കാരിന്റെ നിരവധി ആരോപണങ്ങളും വിഷയങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ മറികടക്കാവുന്ന വികസന പ്രവർത്തനങ്ങളും വയനാട് ടൌൺഷിപ്പ് അടക്കമുള്ള കാര്യങ്ങളും ക്ഷേമ പദ്ധതികളും ഒക്കെ സർക്കാരിന് ഒരു മേൽക്കൈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം UDF-ലോട് പിടിച്ചു നിൽക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ, രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മറിയുന്നു. കൂടുതൽ അനുകൂലമാകുന്ന രാഷ്ട്രീയ സാഹചര്യം ഒരു കടുത്ത ഫൈറ്റിലേക്ക്, പോരാട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പോകുമെന്നൊരു പ്രതീതി ഉണ്ടാകിയ ഘട്ടമാണിപ്പോൾ. പക്ഷെ അവിടെയാണ് ഇപ്പോൾ ഇത്തരമൊരു തിരിച്ചടി മുന്നണിക്കകത്തു തന്നെ ഉണ്ടാകുന്നത്. അത് KV ഗണേഷ് കുമാറിന്റെ ഈ ഒരു പ്രശ്നം, ഒരു സീറ്റ് മാത്രമാണ് KV ഗണേഷ് കുമാറിന്റെ പാർട്ടിക്കുള്ളത്. പക്ഷേ ആ ഒരു സീറ്റുള്ള ആളെ മന്ത്രിയാക്കുമ്പോഴും ആ മന്ത്രി എന്ന നിലയിൽ വീണ്ടും അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ നേരിടപ്പെടും. പക്ഷേ മന്ത്രിസ്ഥാനം രാജിവെച്ചാൽ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് സീറ്റ് ആർക്കും മത്സരിക്കാമെന്ന നിലപാടിലേക്ക് CPI എത്തിയേക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു മന്ത്രിയായി തന്നെ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത് ഗുണം ചെയ്യില്ല. എവിടെ സ്ത്രീ സുരക്ഷ എന്ന ചോദ്യം ഉയർന്നു വരും. ഇന്നലെ തന്നെ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. വരും മണിക്കൂറിൽ കൂടുതൽ ശക്തമാകും. അതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് CPI വിലയിരുത്തൽ. ഗണേഷ് കുമാർ, സ്വാഭാവിക മുഖ്യമന്ത്രി ഗണേഷ് കുമാറിന്റെ ഇക്കാര്യത്തിൽ വിശദീകരണം തേടും. മറുപടി തൃപ്തികരമല്ലെങ്കിൽ മുഖ്യമന്ത്രി കൂടി ഇതിന് കുറെ കാര്യങ്ങൾ ബോധ്യമുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അദ്ദേഹം പോലീസ് മന്ത്രി കൂടിയാണ്. സ്വാഭാവികമായും പോലീസിന്റെ റിപ്പോർട്ടൊക്കെ മുഖ്യമന്ത്രി ലഭിച്ചിരിക്കണം. അതിന് മകൾ തന്നെ കാര്യം അദ്ദേഹത്തെ അറിയിച്ചിരിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ മുഖ്യമന്ത്രി കാര്യങ്ങൾ ബോധ്യമുണ്ട്. മുഖ്യമന്ത്രിക്ക് വിശ്വാസയോഗ്യമല്ലാത്ത മറുപടിയാണ് ഗണേഷിൽ നിന്നുണ്ടാകുന്നത്. സ്വാഭാവികമായും രാജി എന്ന ആവശ്യത്തിലേക്ക് പോകും. ഒരുപക്ഷെ അത് നേരിട്ട് ചോദിച്ചു വാങ്ങിയ എന്നൊരു രീതി ആകില്ല ഉണ്ടാവുക. ഒരുപക്ഷെ ഗണേഷ് കുമാർ തന്നെ രാജിവെച്ചേക്കാം. അതിനുള്ള സാധ്യം തള്ളിക്കളയാനാകില്ല. ഏതായാലും KV ഗണേഷ് കുമാറിന്റെ കാര്യത്തിൽ CPM-ഉം ഇടതുമുന്നണി കടുത്ത സമ്മർദ്ദത്തിലാണ്. രാജി അനിവാര്യമായ സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രിയുടെ മകളെ ഈ വിവരം അറിയിച്ചു എന്നുള്ള മുൻ ഭാര്യയുടെ പ്രസ്താവനയാണല്ലോ. അത് വളരെ പ്രധാനമാണ്. മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ കാര്യം അറിയാം. ഒപ്പം പോലീസ് അവിടെ എത്തിയതിനു ശേഷം നടപടിയെടുക്കാതെ മടങ്ങി എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിനെ കൂടെ പ്രതികൂട്ടിലാക്കുന്ന ഒന്നാണ്. മന്ത്രിയായതിനാൽ അത്തരമൊരു സ്വാധീനം വന്നോ എന്ന ചോദ്യത്തിലൊക്കെ വലിയ പ്രസക്തിയുണ്ട്. ആ രണ്ടു കാര്യങ്ങൾ പ്രധാനമാണ്. മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ കാര്യം അറിയാം. മകൾ സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ഇക്കാര്യം പങ്കുവെച്ച് കാണും. മുഖ്യമന്ത്രിക്ക് അറിയാവുന്നൊരു കാര്യമാണ്. എന്നിട്ടും നടപടിയിലേക്ക് പോയില്ല എന്നുള്ളതൊക്കെ പ്രതിപക്ഷത്തിന് വലിയ വിമർശനത്തിന് കാരണമാകുന്ന ഒന്നാണ്. സ്വാഭാവികമായും നടപടിയെടുത്തേ പറ്റൂ മുഖ്യമന്ത്രിക്ക്. തീർച്ചയായിട്ടും നിയമപരമായി മുഖ്യമന്ത്രി മകളെ അറിയിച്ചു എന്നത് നിയമപരമായി നിലനിൽക്കുന്ന ഒന്നല്ല. പക്ഷേ മുഖ്യമന്ത്രി ഇത് അറിഞ്ഞു എന്നുള്ളത് അതിലൂടെ പുറത്തു വരികയാണ്. മുഖ്യമന്ത്രിയോട് തന്നെ നേരിട്ട് മകൾ പറഞ്ഞിരിക്കണം. കാരണം മുഖ്യമന്ത്രി അറിയിക്കുന്നതിന്റെ ഭാഗമായി തന്നെയാകാം ഒരുപക്ഷെ ഈ മകളെ ഈ ബിന്ദു മേനോൻ വിളിച്ച് അറിയിച്ചത്. അതുകൊണ്ട് മുഖ്യമന്ത്രി ഇത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. മകൾ പറഞ്ഞെങ്കിൽ പോലും മുഖ്യമന്ത്രി ഇത് അറിയേണ്ടതാണ്. കാരണം സംസ്ഥാനത്ത് ഇന്റലിജൻസ് സംവിധാനങ്ങളുണ്ട്. പോലീസിനെ വിളിച്ചു വരുത്തിയ വിഷയമാണ്. അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ സ്വാഭാവികമായും അത് മുഖ്യമന്ത്രി അറിഞ്ഞിരിക്കണം എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ അറിഞ്ഞിട്ടും എന്തുകൊണ്ട് നടപടിയെടുത്ത ചോദ്യത്തിൽ കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനിയുള്ള മണിക്കൂറുകളിൽ മറുപടി പറയേണ്ടി വരും. കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നത് തന്നെയാകാം കോൺഗ്രസ് കാത്തിരിക്കുന്നത്. കാരണം കോൺഗ്രസിന്റെ ഒരു MLA തന്നെ ഇത്തരമൊരു ഇതിലും മോശപ്പെട്ട ഒരു കേസിൽ പല കേസുകളിൽ പ്രതിയായി ജയിലിലായതാണ്. അവിടെ വലിയ എതിർപ്പ് CPM-ന്റെ ഭാഗത്തുണ്ടായതാണ്. അങ്ങനെ CPM അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി ആവശ്യപ്പെട്ടപ്പോൾ ഒരു മന്ത്രി തന്നെ ഇത്തരം വിഷയങ്ങളിൽ ഏതെങ്കിലും ഒരു MLA-ക്കെതിരെ ആരോപണം ചെയ്ത CPM സ്വീകരിക്കുന്ന നിലപാട് MLA രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടില്ല. കാരണം അതൊരു എക്സിക്യൂട്ടീവ് പദവിയാണ്, തിരഞ്ഞെടുക്കപ്പെട്ട പദവിയാണ്. അതുകൊണ്ടാണ് M മുകേഷിന്റെ കാര്യത്തിലൊക്കെ CPM മുകേഷ് രാജിവെക്കേണ്ട നിലപാട് സ്വീകരിക്കാനുള്ള ന്യായമായി അവർ പറഞ്ഞത്. പക്ഷേ AK ശശീന്ദ്രനെതിരെ ആദ്യ പിണറായി മന്ത്രിസഭയുടെ കാലത്ത് ആരോപണം വന്നപ്പോൾ 24 മണിക്കൂറിൽ രാജിവെക്കാൻ നിർദ്ദേശം നൽകിയ
മുഖ്യമന്ത്രിയാണ്. അന്ന് അദ്ദേഹം രാജിവെക്കുകയും പിന്നീട് ആ കേസില്ലാതാവുമ്പോൾ തിരിച്ചു വരികയുമായിരുന്നു. അതുകൊണ്ട് തന്നെ കെ വി ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനമെങ്കിലും രാജിവെക്കേണ്ടി വരുമെന്ന് ഉറപ്പാണ്. അതിനപ്പുറത്തേക്ക് ഒരു നിലപാട് സ്വീകരിക്കാൻ CPM-ന് കഴിയില്ല, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കഴിയില്ല. അങ്ങനെ അത് സ്വീകരിച്ചാൽ അത് മുന്നണിയുടെ പൊതുവിലുള്ള സാധ്യതകളെ പോലും ഇല്ലാതാക്കുമെന്ന ആശങ്കയാണ് ഇടതുമുന്നണി നേതൃത്വത്തിനും CPM-നും ഉള്ളത്.